വിഘ്നേഷ് പുത്തൂർ ക്രിക്കറ്റ് ലോകത്തേക്ക് ഒരു പുത്തൻ താരോദയം. അച്ഛനമ്മമാരുടെ ഏക മകനാണ് വിഘ്നേഷ്. ഒരുപാട് വാത്സല്യം കൊടുത്തിട്ടാണ് അവർ വിഘ്നേഷിനെ വളർത്തിയത്. അവന് കൂട്ടുകാർ വളരെ കുറവായിരുന്നു. പക്ഷേ ആ അച്ഛനും അമ്മയ്ക്കും എന്നെ വിശ്വാസമായിരുന്നു. നീ അവനെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിട്ടാണ് വിഘ്നേഷിൻ്റെ അച്ഛനും അമ്മയും അവനെ എനിക്ക് തന്നത്. ഷെരീഫ് ഉസ്താദ് വിഘ്നേഷ് പുത്തൂരിനെക്കുറിച്ച് പറഞ്ഞ ഈ വാചകങ്ങൾ കേട്ടപ്പോൾ കണ്ണു നിറഞ്ഞുപോയി. വിഘ്നേഷിൻ്റെ അച്ഛനും അമ്മയും അവനെ എനിക്ക് തന്നു എന്ന പ്രയോഗം ശ്രദ്ധിക്കണം. താൻ ഒരു കുഞ്ഞനിയനെ സ്വന്തമാക്കി എന്നല്ലേ ഷെരീഫ് പറയാതെ പറഞ്ഞത്? വിഘ്നേഷിന് 10 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന സമയത്ത് ഷെരീഫ് അവനെ കളിക്കാൻ കൂടെ കൂട്ടി. സ്വന്തം ക്രിക്കറ്റ് കിറ്റ് വിഘ്നേഷിന് കൊടുത്തു. വിഘ്നേഷിനെ ക്രിക്കറ്റ് പരിശീലനത്തിന് കൊണ്ടുപോയി. ചൈനാമാൻ ബോളിങ്ങിലേക്ക് വഴി തിരിച്ചു വിട്ടു. പള്ളിയിൽ പോയപ്പോഴെല്ലാം ഷെരീഫ് തൻ്റെ കുഞ്ഞനിയനു വേണ്ടി പ്രാർത്ഥിച്ചു. മുസ്ലിം മതവിശ്വാസിയായ ഷെരീഫിനെ വിഘ്നേഷ് സ്നേഹപൂർവ്വം ഷെരീഫ് ചേട്ട എന്ന് വിളിച്ചു. വിഘ്നേഷിനെ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കിയത് ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു. അന്ന് സകല ചാനലുകളോടും വിഘ്നേഷ് പറഞ്ഞിരുന്നു, എന്നെ കളിയിലേക്ക് കൊണ്ടുവന്നത് ഷെരീഫ് ചേട്ടനാണ്. പക്ഷേ ഷെരീഫ് ചേട്ടനെ ആരും കണ്ടില്ല. വിഘ്നേഷ് അരങ്ങേറ്റ മത്സരത്തിൽ ഒരു ഡ്രീം സ്പെൽ എറിഞ്ഞു. അതിനു പിന്നാലെ വിഘ്നേഷിന് പ്രിയപ്പെട്ട എല്ലാവരും ടെലിവിഷൻ സ്ക്രീനുകളിൽ നിറഞ്ഞു. വിഘ്നേഷിൻ്റെ മാതാപിതാക്കളെയും പരിശീലകരെയും സുഹൃത്തുക്കളെയും നാം കണ്ടു. പക്ഷേ ഷെരീഫ് മാത്രം മറഞ്ഞിരിക്കുകയായിരുന്നു. വിഘ്നേഷിൻ്റെ അയൽക്കാരനായ ഷെരീഫിന് 5-6 ചുവടുകൾ വെച്ചാൽ ക്യാമറകളുടെ മുമ്പിൽ എത്താമായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ ആർക്കും മുഖം കൊടുത്തില്ല. അവസാനം പത്രപ്രവർത്തകർ ഷെരീഫിനെ തേടി ചെന്നു. അപ്പോൾ അദ്ദേഹം മടിച്ചു പറഞ്ഞു, അവന് വലിയ മനസ്സുള്ളതുകൊണ്ട് അവൻ എന്നെക്കുറിച്ച് സംസാരിച്ചു. അവനെ സഹായിച്ച കാര്യമൊക്കെ ഞാൻ പോലും മറന്നുപോയിരുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ അത്ഭുതം തോന്നി. ഇത്രയേറെ നിസ്വാർത്ഥമായ മനോഭാവം വെച്ച് പുലർത്തുന്നത് മനുഷ്യസാധ്യമാണോ? വിഘ്നേഷ് ഇനി ഒരുപാട് ഉയരങ്ങൾ കീഴടക്കും. പക്ഷേ ഷെരീഫിനെ പോലൊരു ജ്യേഷ്ഠ സഹോദരനെ സമ്പാദിച്ചതാണ് വിഘ്നേഷിൻ്റെ ഏറ്റവും വലിയ വിജയം. ഷെരീഫ് ഉസ്താദുമാരുടെ മണ്ണാണ് കേരളം. ഇവിടെ അമ്പലമുറ്റത്ത് ഇഫ്താർ വിരുന്ന് നടക്കും. പള്ളിയുടെ മുന്നിൽ ആറ്റുകാൽ പൊങ്കാലയും അരങ്ങേറും. മമ്മൂട്ടി എന്ന ഇക്കായ്ക്ക് വേണ്ടി മോഹൻലാൽ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തും. ക്രിസ്തുമത വിശ്വാസിയായ ഇയാൻ ഹ്യൂമിനെ നാം വിളിച്ചു ശീലിച്ചത് ഹ്യൂമേട്ടൻ എന്നാണ്. ദേവദൂതൻ എന്ന സിനിമയിൽ ഒരു രംഗമുണ്ട്. മോഹൻലാൽ അവതരിപ്പിച്ച വിശാൽ കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രം അലീനയോട് പറയുന്ന ഹൃദയസ്പർശിയായ ഡയലോഗ്. അത് ഷെരീഫിനും നന്നായി ഇണങ്ങും. ബഹുമാനിക്കപ്പെടേണ്ട എന്തോ ഒന്ന് നിങ്ങളിലുണ്ട്. എത്ര ഭംഗിയായിട്ടാണ് നിങ്ങളൊരാളെ സ്നേഹിക്കുന്നത്. വാക്കുകൾക്ക് കടപ്പാട്. സന്ദീപ് ദാസ്. ശബ്ദം നൽകിയത് നിഷ രാജു.